ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഡിസംബർ 20 കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ആദ്യം നമുക്ക് ഡിസംബർ 20 പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം. അതായത് അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ 20. അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണിത്, ഡിസംബർ 20 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2024 മികച്ച ഫിഫ ഫുട്ബോൾ അവാർഡിൽ മികച്ച പുരുഷ കളിക്കാരനുള്ള അവാർഡ് നേടിയത് ആരാണ്? വിനീഷ്യസ് ജൂനിയറാണ്. 2024 മികച്ച ഫിഫ ഫുട്ബോൾ അവാർഡിൽ മികച്ച പുരുഷ കളിക്കാരനുള്ള അവാർഡ് നേടിയത് വിനീഷ്യസ് ജൂനിയറാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മാലിന്യ സംസ്കരണ നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ഗോരഖ്പൂറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മാലിന്യ സംസ്കരണ നഗരം നിലവിൽ വരുന്നത്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂറിലാണ്. അടുത്ത ചോദ്യം, 2024 മികച്ച ഫിഫ ഫുട്ബോൾ അവാർഡിൽ മികച്ച പുരുഷ പരിശീലകനുള്ള പുരസ്കാരം നേടിയത് കാർലോ ആൻസലോട്ടിയാണ്. കാർലോ ആൻസലോട്ടി 2024 മികച്ച ഫിഫ ഫുട്ബോൾ അവാർഡിൽ മികച്ച പുരുഷ പരിശീലകനുള്ള പുരസ്കാരം നേടിയത് കാർലോ ആൻസലോട്ടി. അടുത്ത ചോദ്യം, ദി ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ അവാർഡിൽ മികച്ച വനിതാ കോച്ച് അവാർഡ് നേടിയത് എമ ഹേയസ്. ദി ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ അവാർഡിൽ മികച്ച വനിതാ കോച്ച് അവാർഡ് നേടിയത് എമ ഹേയസ്. മികച്ച പുരുഷ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ്. മികച്ച പുരുഷ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ്. മികച്ച വനിതാ ഗോൾ കീപ്പർ അലീസ നൈഹർ. മികച്ച വനിതാ ഗോൾ കീപ്പറെ ചോദിക്കുകയാണെങ്കിൽ അത് അലീസ നൈഹർ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ഏത് നഗരത്തിലാണ് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ഏത് നഗരത്തിലാണ് സ്ഥാപിച്ചത്? മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ഏത് നഗരത്തിലാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ്. അടുത്ത ചോദ്യം, 2024 ഡിസംബറിൽ നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ. 2024 ഡിസംബറിൽ നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരനാണ് എം മുകുന്ദൻ. അടുത്ത ചോദ്യം, 2025 നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരം. 2025 നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരമാണ്. താങ്ക് യു.